തക്കിട്ട സാധകം ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നോക്കാതെ അതായത് കൈയുടെ കൊട അകത്തോട്ടും പുറത്തോട്ടും കൊട്ടണം. ഇടതുകമ്പ് നേർകമ്പ് കൊട്ടുക. അത് ഈ കമ്പ് പിടിക്കുമ്പം ആ പുറകിലും ബാക്കി 2 കമ്പും വരുന്നത് മുന്നിലും. അപ്പം അത് നോക്കി 2 കമ്പ് തന്നെ കൂട്ടിമുട്ടാത്ത രീതിയിൽ കൊട്ടുക. പിന്നെ കുഴ മറിഞ്ഞ് കൊട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രയോജനമുള്ളൂ. കൈക്കുഴ മറിഞ്ഞ് കിട്ടണം. മുട്ടി കൊണ്ട് കൊട്ടണം എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതുപോലെ കൈ ഉയർത്തി കൊട്ടുക എന്നുള്ളതാണ്. ഉണ്ടോ? കമ്പ് കിടക്കുന്നുണ്ടോ? ഇങ്ങനെ കമ്പ് കുഴ മറിഞ്ഞ് വീഴും. കുഴ മറിഞ്ഞാണ് കിടക്കുന്നത്.